എത്ര മാർക്ക് ഇടണമെന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാനുള്ളത് മാർക്കിടേണ്ടത് ജനങ്ങളാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് എക്സാം പോലും എഴുതാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മാർക്ക് ഇടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. -1 മാർക്കാണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാർലമെൻറ്റിൽ ചെന്ന് അവിടെ വെറുതെ ഇരിക്കാനായിട്ടല്ല, അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരാളിനെയാണ് തിരഞ്ഞെടുത്ത് വിടേണ്ടത്. അതിൽ 10 മാർക്കും ചാഴിക്കാടനും. MP എന്ന നിലയിൽ അദ്ദേഹത്തിന് അനുവദിച്ച തുക പൂർണ്ണമായും നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഞാൻ 10-ൽ ഒരു 3 മാർക്കേ കൊടുക്കുള്ളൂ. 10 രൂപയുടെ നാണംകെട്ട ഒരു വർധനവ് നടത്തി തിരഞ്ഞെടുപ്പിൽ കർഷകരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടി മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് നേടിയെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാത്ത ഒരു കാര്യത്തെ കൂടെ മാർക്കിടുന്നത് അർത്ഥമില്ലല്ലോ. 10-ൽ എത്ര? നിലവിലെ MP-യായ തോമസ് ചാഴിക്കാടൻ വീണ്ടും കോട്ടയത്തിൻ്റെ മണ്ണിൽ മത്സരത്തിന് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ തവണ UDF-നൊപ്പമായിരുന്നെങ്കിൽ ഇത്തവണ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായാണ് തോമസ് ചാഴിക്കാടൻ്റെ വരവ്. കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താകും അക്ഷരനഗരുടെ മനസ്സിൽ? തോമസ് ചാഴിക്കാടന് എത്ര മാർക്ക് നൽകും? എല്ലാ കാലത്തും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കൊണ്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കോട്ടയം. റബ്ബറിന്റെ ഈറ്റില്ലത്ത് ഇത്തവണയും തീവാർന്ന മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. 4 പതിറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 44 വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണ കോട്ടയത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുന്നേ സ്ഥാനാർത്ഥിയെ ഇറക്കി LDF കളം നിറഞ്ഞു കഴിഞ്ഞു. നിലവിലെ MP തോമസ് ചാഴികാടന് വീണ്ടും അവസരം നൽകുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെ കഴിഞ്ഞ തവണ UDF ടിക്കറ്റിൽ മത്സരിച്ച ചാഴികാടൻ ഇക്കുറി ഇടത് സ്ഥാനാർത്ഥിയായാണ് എത്തുന്നത്. മുന്നണി ഏതായാലും കോട്ടയത്തിന്റെ മനസ്സ് കേരള കോൺഗ്രസിനൊപ്പമാണെന്നാണ് ചാഴികാടന്റെ അവകാശവാദം. 33ാമത്തെ വർഷമാണ് വീണ്ടും ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിലും 2 ചിഹ്നത്തിലാണ് മത്സരിച്ചത്. 8ാമത്തെ തെരഞ്ഞെടുപ്പിനും 2 ചിഹ്നത്തിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഞാനതിനെ കാണുന്നു. ആ അംഗീകാരം തീർച്ചയായും ജനങ്ങളുടെ അംഗീകാരമായി മാറും. അത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ അംഗീകാരം ലഭിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്തെ ഒരു UDF-ൻ്റെ കോട്ട എന്നൊക്കെയാണ് അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ വിശേഷിപ്പിച്ചു. കഴിഞ്ഞ തവണ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇത്തവണ LDF-ൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് വിജയമുണ്ടായിട്ടുള്ളത്. ആ വിജയം തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനായിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതിന് ഒരു മുന്നേ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം? പാർട്ടി തീരുമാനിച്ചു. പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നു. മുഴുവൻ ഫണ്ടും ഉപയോഗിച്ച് MP ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതെത്തിയതിൽ അഭിമാനമുണ്ട്. കോട്ടയത്തെ ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി. 283 പദ്ധതികൾക്കായി ആകെ 17 കോടിയിലധികം രൂപ ചിലവഴിച്ചു. വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനായി 938 കോടി രൂപയും ചിലവഴിച്ചു. പുതിയ റീജിയണൽ പാസ്പോർട്ട് ഓഫീസും യാഥാർത്ഥ്യമാക്കി. ഈ പ്രോഗ്രസ് കാർഡ് തന്നെയാണ് ചാഴിക്കാടന്റെ ആത്മവിശ്വാസം. സ്വയം മാർക്കിടുകയല്ല ആരും ചെയ്യേണ്ടത്. എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതുമായിരുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. നാട്ടിലെ ജനങ്ങൾ എന്താഗ്രഹിച്ചോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാടിൻ്റെ വികസനത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ക്ഷേമത്തിനായി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വികസനം റെയിൽവേയുടെ കാര്യത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു ഇത്. പാത ഇരട്ടിപ്പിക്കലിൻ്റെ കാര്യം വളരെ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്നത് മാറ്റി നിരന്തരം ഫോളോ അപ്പ് നടത്തി റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കോട്ടയം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം വളരെ മെച്ചപ്പെട്ട നിലയിൽ നടത്താൻ കഴിഞ്ഞു. 950 കോടിയോളം രൂപയുടെ നിക്ഷേപം റെയിൽവേയിൽ മാത്രം ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. നിരവധി മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തിയായി. ചില മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ മുളന്തുരുത്തി, കാരിത്താസ് ഉൾപ്പെടെയുള്ള മേൽപ്പാലങ്ങളുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ നിലയിൽ റെയിൽവേയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്ന് ചാരിതാർത്ഥ്യമുണ്ട്.
MP ഫണ്ട് 100% വിനിയോഗിച്ച MP എന്ന നിലയിൽ എനിക്ക് വളരെയേറെ തല ഉയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ MP-യുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് UDF. 1952 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 12 തവണയും കോട്ടയം UDF-നൊപ്പം അടിയുറച്ചു നിന്നു. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ UDF-ൽ നിന്ന് മറുകണ്ഠം ചാടിയ അവസരവാദ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉറപ്പാണെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. പൊള്ളയായ അവകാശവാദങ്ങൾക്കപ്പുറം MP എന്ന നിലയിൽ തോമസ് ചാഴിക്കാടൻ പൂർണ്ണ പരാജയമായിരുന്നെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ തെറ്റായ കുറേ പ്രചരണം ഇപ്പം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ പ്രചരണമാണ് ഇപ്പം നിലവിലെ MP-യുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 100% മാർക്ക് കിട്ടി എന്നൊക്കെ പറയുന്നു. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് എക്സാം പോലും എഴുതാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ മാർക്ക് ഇടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പകുതി തുക പോലും ചെലവഴിക്കാനായിട്ട് ചാഴിക്കാടന് കഴിഞ്ഞിട്ടില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തുന്നത് അത് ഒരു വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ചാഴിക്കാടൻ മത്സരിച്ച UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ചാഴിക്കാടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വോട്ട് പോലും സ്വന്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ആളല്ല എന്ന് നമുക്കൊക്കെ അറിയാം. UDF-ൻ്റെ വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത്. ആ UDF-ന് വോട്ട് ചെയ്ത ആളുകളെയാണ് അപമാനിച്ചുകൊണ്ട് കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ LDF-ൻ്റെ പാളയത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുന്നത്. ഇത് കോട്ടയത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്താകമാനം നടത്തുന്ന വികസന പദ്ധതികളല്ലാതെ മറ്റൊന്നും കോട്ടയത്തിന് ലഭിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും പാത ഇരട്ടിപ്പിക്കലുമൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണ്. ആധുനിക പാസ്പോർട്ട് ഓഫീസ് എത്തിച്ചത് കേന്ദ്രമന്ത്രി V. മുരളീധരനാണ്. കേന്ദ്ര പദ്ധതികളുടെ നേട്ടം MP ഏറ്റെടുക്കുന്നത് അല്പത്തരമാണെന്നാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സാധാരണ ഒരു MP എന്നുള്ള നിലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ MP-മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു -1 മാർക്കാണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് കൂടുതലായ കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ട്, പാർലമെൻറ്റിൽ ചെന്ന് അവിടെ വെറുതെ ഇരിക്കാനായിട്ടല്ല, അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരാളിനെയാണ് തിരഞ്ഞെടുത്ത് വിടേണ്ടത്. രേഖകൾ പരിശോധിച്ച് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതായി ഇതാന്നൊക്കെ പറഞ്ഞ് വളരെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് ജനങ്ങളെ സമീപിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, അദ്ദേഹം ഏത് മുന്നണിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച്? ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തത്? ഇന്ന് അദ്ദേഹം മത്സരിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുക. ഇന്ന് ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്? ആരോടാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്? അതൊന്നും അദ്ദേഹം വിശദമാക്കി തന്നാൽ, ഈ കോട്ടയത്തെ ആ പാർലമെൻറ്റിലെ ജനങ്ങളോടൊന്ന് അദ്ദേഹം അത് പറയാൻ തയ്യാറായാൽ. മുന്നണി രാഷ്ട്രീയമൊക്കെ ശരിയാണ്, നാഴികയ്ക്ക് 40 വട്ടം മാറുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം മാറുന്ന ആ ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഒന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ് നമുക്കെല്ലാവരും കണ്ട ഇത്രയും അധികം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എത്രയോ തവണ നിവേദനങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തപ്പോൾ റബ്ബറിൻ്റെ വോട്ട്, കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് റബ്ബറിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ MP ആയിട്ട് ഇവിടെ ഈ എല്ലാവരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 2 ടൈമിൽ ഈ സർക്കാർ കൂടുതൽ 10 രൂപ എന്ന് പറയുന്നത് ഏത് മാനദണ്ഡത്തിലാണ് വെച്ചതെന്നറിയില്ല. കാരണം 170 പ്രഖ്യാപിച്ചത് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അർഹരായവർക്ക് സെർവർ കംപ്ലൈൻ്റായി എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ 40 ദിവസമാണ് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചത്. ഇദ്ദേഹം ആ കാര്യത്തിൽ എന്തെങ്കിലും ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ആ 40 വർഷം, ബാക്കി വില കൂട്ടമൊന്നും വേണ്ട, അത്തരം പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പം പോലും ഒരു അക്ഷരം പോലും മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ബാക്കി ഒരു കാര്യത്തിൽ വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ അദ്ദേഹം പാസ്പോർട്ട് കേന്ദ്രത്തിൻ്റെ ഈ കോട്ടയം ജില്ല മുഴുവൻ ഫ്ലെക്സ് വെച്ചിരിക്കുക. അദ്ദേഹം എന്താണ് ചെയ്തത്? എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആർക്കാണ്ട് ഒരു ലെറ്റർ അയച്ച് അന്നേരമാണോ കാര്യങ്ങൾ നടക്കുന്നത്? ബഹുമാന്യായ V. മുരളീധരൻ വിദേശകാര്യമന്ത്രി അദ്ദേഹം ഇടപെടുകയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ എല്ലാം രേഖകളും അവിടെയുണ്ട്. അദ്ദേഹം വളരെ കാര്യമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടെ നടന്നതെന്നുള്ള ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചിരിക്കും. അങ്ങനെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പലവിധങ്ങളായിട്ട് വരണ്ട പദ്ധതികളെല്ലാം തന്നെ സ്വാഭാവികമായും വരുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ പണം നേരിട്ടുള്ളതല്ലാതെ കേരള സർക്കാരിൽ നിന്ന് ഇദ്ദേഹത്തിന് എന്ത് വാങ്ങിച്ച് തൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെലവഴിക്കാൻ പറ്റി
എന്നുള്ളതും കൂടി അദ്ദേഹം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എനിക്ക് മനസ്സിലായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷന് സ്വാഭാവികമായും അതിന് മീശ വരും. ആ മീശ വരുന്നത് തൻ്റെ മിടുക്കാണെന്ന് വേറുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകും. അതാണ് എനിക്ക് ഇതിനകത്ത് മൊത്തത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ തവണ തോമസ് ചാഴിക്കാടൻ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥിയായ VN വാസവനെ പരാജയപ്പെടുത്തിയത്. എന്നാൽ അതേ ചാഴിക്കാടന്റെ വിജയത്തിനു വേണ്ടി ഇത്തവണ മുന്നിൽ നിന്ന് നയിക്കുകയാണ് മന്ത്രി VN വാസവനും അദ്ദേഹത്തിന്റെ പാർട്ടിയും. MP എന്ന നിലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയ ചാഴിക്കാടന് മുഴുവൻ മാർക്കും നൽകുകയാണ് CPIM. തോമസ് ചാഴിക്കാടൻ MPയെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ സ്തുത്യർഹമായി നിർവഹിച്ചിട്ടുണ്ട്. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ചുമതല എന്താണ് വാസ്തവത്തിൽ? പാർലമെൻറ്റ് അംഗം താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് അത് ഭരണാധികാരികൾ, കേന്ദ്ര ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചുമതല. അതോടൊപ്പം ആ സംസ്ഥാനത്തിൻ്റെ പൊതുവായി ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ, അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുക. ഈ 2 കാര്യങ്ങളിലും ചാഴിക്കാടൻ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ട് ഞാൻ 10ൽ 10 മാർക്കും ചാഴിക്കാടന് കൊടുക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി കോട്ടയത്ത് നിലനിൽക്കുന്നുണ്ട്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ MP എന്ത് ചെയ്തു? റബ്ബർ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉൽപ്പാദന ചെലവിന് അനുസൃതമായ വില ലഭിക്കാത്ത സാഹചര്യമാണ്. റബ്ബർ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അതിന് മിനിമം പ്രൈസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മിനിമം പ്രൈസ് ലഭ്യമാക്കുവാൻ റബ്ബർ ആക്ടിനകത്ത് നിലവിൽ നിയമമുണ്ടെങ്കിലും അത് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇന്നുവരെ മിനിമം വില ലഭിക്കുവാനുള്ള ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കേരളത്തിൽ നിന്നുള്ള MPമാർ 20 പേരും പ്രതിപക്ഷ MPമാരാണ്. അവർ നിരന്തരം പാർലമെൻറ്റിൽ വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും പുതിയ റബ്ബർ ബില്ല് പോലും പാർലമെൻറ്റിൽ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒന്നാണ് വാണിജ്യവിള എന്നുള്ള നിലയിൽ റബ്ബർ. വിത്ത് തൊട്ട് വിപണി വരെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം റബ്ബർ ബോർഡിനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് കാര്യമായ ഇടപെടൽ നടത്താതെ റബ്ബർ സെക്ടറിൽ കാര്യമായ വിജയമുണ്ടാക്കുവാൻ കഴിയില്ല. പടിഞ്ഞാറൻ മേഖലയുടെ നട്ടലായ നെൽകർഷകരുടെ പ്രശ്നങ്ങളും ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാവപ്പെട്ട കർഷകൻ നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അവന് 10 ദിവസത്തിനകം കാശ് കിട്ടണമെന്നുള്ളതാണ് മസ്റ്റായിട്ട് എനിക്ക് പറയുവാനുള്ളത്. അവൻ 4 മാസം കർഷകൻ വേലയെടുത്ത് അധ്വാനിച്ച് വളക്കടക്കാരനോടും കടം പറഞ്ഞ് കൃഷിക്കാർക്ക് പാടത്ത് പണിയെടുത്തവരോടും കടം പറഞ്ഞിട്ട് അവൻ നെല്ല് കൊടുത്തേച്ച് അവൻ നോക്കി നിൽക്കുകയാണ്, വേഴാമ്പൽ മഴ കാത്ത് നിൽക്കുന്നത് പോലെ. ഈ പാവപ്പെട്ട കർഷകൻ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ, വക്കീൽ, ജഡ്ജി, കളക്ടർ ഉൾപ്പെടെ അന്നം തീറ്റുന്നവനാണ് കർഷകൻ. 25 ദിവസം കഴിഞ്ഞിട്ടും കാശ് കിട്ടിയില്ല. MPയുടെ പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധിയാണ്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം സ്ത്രീകൾക്കും യുവാക്കൾക്കും ഉൾപ്പെടുന്ന സമൂഹത്തിനും ചിലത് പറയാനുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ജനങ്ങളുടെ പ്രശ്നം അംഗീകരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വേണം MP അതിലേക്ക് ചെയ്യാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 10ൽ 5 മാർക്ക് കൊടുക്കുന്നതായിരിക്കും. കാരണം വികസനം എന്ന് പറയുമ്പം നമുക്ക് നാടിന് എല്ലാ രൂപത്തിലുമുള്ള വികസനം നടപ്പിലാക്കണം. 8% കിട്ടുമായിരിക്കും. പിന്നെ മെച്ചപ്പെടാനുണ്ട്. സാധ്യത കുറവാണ്. കോട്ടയത്തെ MPയെ സംബന്ധിച്ച് 10ൽ 9 മാർക്ക് കൊടുക്കും. കാരണം കേരളത്തിലെ മൊത്തം 20 MPമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചിട്ടുള്ള MP കോട്ടയത്തിനെയാണ്. പിന്നെ ഇതുവരെ അഴിമതി ആരോപണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേട്ടിട്ടില്ല. MPക്ക് മാർക്ക് ഒരു 3 കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു പാസ്പോർട്ട് ഓഫീസ് 1 വർഷമായിട്ട് അടച്ചു കിടന്നിട്ട് കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പരിഗണിച്ച് MP പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇനി നടത്തിയിട്ട് പോലും MP സ്വന്തം പേരിൽ അത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇനി ജയിച്ചു വരികയാണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇനി വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാൻ ഇല്ല. കോട്ടയം ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾപ്പെടുന്നതാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം. ഇതിൽ കോട്ടയം, കടുത്തുരുത്തി, പാലാ, പുതുപ്പള്ളി, പിറവം മണ്ഡലങ്ങൾ
UDFിന്റേതും ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങൾ LDFിന്റേതുമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയത്ത് നിർണായകമാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച റെക്കോർഡ് ഭൂരിപക്ഷം ജില്ലയിലെ UDF ക്യാമ്പിന് കൂടുതൽ ആവേശം പകരുന്നുണ്ട്. അതേസമയം കേരള കോൺഗ്രസിന്റെ കരുത്തും LDFിന്റെ കേഡർ വോട്ടുകളും ചേരുന്നതോടെ UDF കോട്ട പിടിക്കാമെന്നാണ് ഇടത് പ്രതീക്ഷ. ഒപ്പം ചാഴിക്കാടന് മണ്ഡലത്തിലുള്ള സ്വീകാര്യതയും LDFിന് പ്രതീക്ഷ നൽകുന്നു. കേരള കോൺഗ്രസിനെ മുൻനിർത്തി UDF കോട്ട പിടിക്കാൻ LDFിന് കഴിയുമോ? മുന്നണി വിട്ടവർക്ക് UDF മറുപടി നൽകുമോ? എന്താകും NDAയുടെ അപ്രതീക്ഷിത നീക്കങ്ങൾ? കോട്ടയത്തിൻ്റെ മനസ്സറിയാൻ കാത്തിരുന്നേ മതിയാകൂ.